ഹേയ് സിനിഫൈൽ. സോ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്ഡ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന 7 മൂവീസിനെ പറ്റിയാണ്. 2026 ഏറ്റവും കൂടുതൽ ആൾക്കാർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന മൂവീസ്. ഓക്കെ, ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ടുള്ളത് സ്പിരിറ്റ്. പ്രഭാസ് നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന മൂവി. ഈ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൂവിക്ക് കാത്തിരിക്കാനുള്ള ഒരേ ഒരു റീസണേ ഉള്ളൂ, ദാറ്റ് ഈസ് സന്ദീപ് റെഡ്ഡി വാങ്ക. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ തന്നെ ഇതിന് മുമ്പുള്ള മൂവീസിനൊക്കെ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ സ്പിരിറ്റ്. ലിസ്റ്റിൽ രണ്ടാമതുള്ള മൂവി ടോക്സിക്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന മൂവി. ഈ മൂവിയുടെ ഒരു ഗ്ലിംസ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തായിരുന്നു. അതിനൊരു കോൾഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. പല ആൾക്കാർക്കും അത് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലുള്ള റെസ്പോൺസാണ് വന്നിരുന്നത്. ബട്ട് ലെറ്റ്സ് വെയിറ്റ്. യാഷിൻ്റെ KGF ഫ്രാഞ്ചൈസിക്ക് ശേഷമുള്ള മൂവിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് ടോക്സിക്. ലിസ്റ്റിൽ മൂന്നാമതുള്ള മൂവി ദൃശ്യം 3. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാലിൻ്റെ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ അവസാന മൂവി ആയിട്ടാണ് പറയുന്നത്. ജോർജ് കുട്ടി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ഇനി അടുത്ത മൂവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയാം. ലിസ്റ്റിൽ നാലാമതുള്ള മൂവി ദുരന്തർ 2. 2026 മാർച്ച് 19 ദുരന്തർ 2 റിലീസ് ചെയ്യാൻ പോകുന്നത്. ദുരന്തർ ഫസ്റ്റ് വമ്പൻ വിജയമായിരുന്നു. ബോളിവുഡിൽ ഒരിടക്കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇത്ര വലിയൊരു വിജയം ഒരു മൂവി കൈവരിച്ചത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിനർത്ഥ പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ലിസ്റ്റിൽ അഞ്ചാമതുള്ള മൂവി മോഹൻലാൽ മമ്മൂട്ടി കോംബോ തിരിച്ചു വരുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത പാട്രിയറ്റ് എന്ന് പറയുന്ന മൂവി. ഇതിൻ്റെ പ്രധാന പ്രതീക്ഷ എന്ന് വെച്ചാൽ മോഹൻലാൽ മമ്മൂട്ടി കോംബോ തിരിച്ചു വരുന്നതും പിന്നീട് മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ബ്രില്യൻ ഫിലിം മേക്കർ ഒത്തുകൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ്. അഞ്ചാമതുള്ള മൂവി രാമായണ പാർട്ട് 1. രാമായണ പാർട്ട് 1 രൺബീർ കപൂർ, സായ് പല്ലവിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന മൂവി. രാമായണം ബേസ് ചെയ്തിട്ടുള്ള മൂവി. രാമായണം ബേസ് ചെയ്തിട്ടുള്ള ഇതിന് മുമ്പ് വന്നിട്ടുള്ള മൂവീസൊന്നും അത്രത്തോളം ശ്രദ്ധ ആകർഷിച്ചില്ല. ബട്ട് ഈ മൂവി വുഡ് ബി എ ബെഞ്ച് മാർക്ക് എന്നാണ് പലരും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ മൂവിക്ക് നല്ല ഹൈപ്പാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. മൂവി അരസൻ. വെട്രിമാരൻ സംവിധാനം ചെയ്ത് സിലംബരസൻ നായകനായി അഭിനയിക്കുന്ന സിനിമ. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വടച്ചെന്നൈ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഉള്ള മൂവിയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വടച്ചെന്നൈ ഫാൻസ്, വെട്രിമാരൻ ഫാൻസ്, സിലംബരസൻ ഫാൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി. ഇതിന് തമിഴ്നാട്ടിലല്ല ഓൾ ഇന്ത്യ ഇപ്പോൾ നല്ല ഹൈപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവീസിൻ്റെ ലിസ്റ്റിൽ ഇതും പെടുത്താം. സോ ഇതിലേതൊക്കെ മൂവീസ് ഇനി വലിയ ഹിറ്റാവും നമുക്ക് നോക്കാം.